എല്ലാ കണ്ണുകളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ട്രാക്ക് പരിചയപ്പെടുത്താം. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമാപനമാവുകയാണ്. 72ാം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമാപനത്തിന്, ഫൈനൽ മത്സരത്തിന്, ക്ലൈമാക്സിന് ഇതാ അരങ്ങൊരുങ്ങുന്നു. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒന്നാമത്തെ ട്രാക്കിൽ പ്രേക്ഷകർക്ക് കാണാം മേൽപ്പാടനെ, രണ്ടാമത്തെ ട്രാക്കിൽ പ്രേക്ഷകർക്ക് കാണാം വീയപുരത്തെ, മൂന്നാമത്തെ ട്രാക്കിൽ അരോമ, നാലാമത്തെ ട്രാക്കിൽ പുന്നമടയുടെ സ്വന്തം നടുഭാഗം. പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗവും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന മേൽപ്പാടനും തമ്മിലാണ് മത്സരമെങ്കിലും UBC കൈനഗരി തുഴയുന്ന വീയപുരവും അരോമ ബോട്ട് ക്ലബിന്റെ അരോമയും 2ഉം 3ഉം ട്രാക്കുകളിലുണ്ട്. നമുക്ക് പോകാം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. അവിടെ ടീമുകളെ പരിചയപ്പെടുത്താം. ഗ്രാഫിക്സിൽ വരട്ടെ. ഒന്നാമത്തെ ട്രാക്ക് പരിചയപ്പെടുത്തൂ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. ഒന്നാമത്തെ ട്രാക്കിൽ, നീല ട്രാക്കിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന മേൽപ്പാടം. 4.15 മേൽപ്പാട്. രണ്ടാമത്തെ ട്രാക്കിൽ വീയപുരം, മൂന്നാമത്തെ ട്രാക്കിൽ അരോമ, നാലാമത്തെ ട്രാക്കിൽ നടുഭാഗം. നമുക്ക് ഗ്രാഫിക്സ് കാണിക്കാം. മേൽപ്പാടം, വീയപുരം, അരോമ, നടുഭാഗം. ഒന്നാമത്തെ ട്രാക്ക് ഒന്നാമത്തെ ട്രാക്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം. ഒന്നാമത്തെ ട്രാക്കിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടൻ. രണ്ടാമത്തെ ട്രാക്കിൽ UBC കൈനഗരി പത്മകുമാർ തുഴയുന്ന 12 തവണ കപ്പെടുത്തിരിക്കുന്ന UBC കൈനഗരിയുടെ വീയപുരം കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻ. ആരോമ ബോട്ട് ക്ലബ്ബ്, പുതുതായിട്ട് നീറ്റിലിറങ്ങിയ അരോമ ബോട്ട് ക്ലബിന്റെ അരോമ. രഞ്ജിത്ത് സജീവം, പിന്നീട് കൊച്ചുമ്മനും ജിതിൻ വർഗീസും ഒക്കെ ക്യാപ്റ്റന്മാരായിരിക്കുന്ന. നോക്കൂ, ഗ്രാഫിക്സ് കാണാം. 1ഉം 2ഉം 3ഉം 4ഉം. നാലാം ട്രാക്കിൽ നടുഭാഗം, നമ്മുടെ സ്വന്തം നടുഭാഗം. 2 വനിതാ ക്യാപ്റ്റന്മാരുള്ള നടുഭാഗം പ്രേക്ഷകർക്ക് കാണാം. ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാം ട്രാക്കിൽ വീയപുരം, മൂന്നാം ട്രാക്കിൽ ആരോമ, നാലാം ട്രാക്കിൽ നടുഭാഗം. ഒന്നാം ട്രാക്കിൽ മേൽപ്പാടൻ, രണ്ടാം ട്രാക്കിൽ വീയപുരം, മൂന്നാം ട്രാക്കിൽ ആരോമ, നാലാം ട്രാക്കിൽ നടുഭാഗം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടൻ ഇതാ 4.15 മിനിറ്റ് കൊണ്ട് തയ്യാറെടുത്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 72ാം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ നടുഭാഗമാണ് മുന്നിൽ. ആദ്യ കുതിപ്പിൽ നടുഭാഗമാണ് മുന്നിൽ. നാലാം ട്രാക്കിലെ നടുഭാഗമാണ് ആദ്യ കുതിപ്പിൽ മുന്നിൽ. നമ്മുടെ നടുഭാഗം, നമ്മുടെ മേൽപ്പാടം. വീയപുരം കുതിക്കുന്നുണ്ട്, മേൽപ്പാടം കുതിക്കുന്നുണ്ട്. അരോമ ഇത്തിരി പതുങ്ങിയിട്ടുണ്ട്. രണ്ടാം ട്രാക്കുകാരനാണോ നാലാം ട്രാക്കുകാരനാണോ നിലവിൽ മുന്നിൽ? പ്രേക്ഷകർക്ക് പുന്നമടയുടെ കമന്ററി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാം. പുന്നമടയുടെ ഓളപ്പരപ്പിന് തീപിടിപ്പിക്കുന്ന കമന്ററിയിലേക്ക് നമുക്ക് പോകാം. മൈക്ക് ഷൈജു ദാമോദരനിലേക്ക്. ഹൃദയമിടിപ്പുകൾ ഉയരുന്നു, ആർപ്പുവിളികൾ കാക്കമേറുന്നു. ഈ കാണുന്ന കാഴ്ചകളിലെല്ലാം ഒരു സംഗീതമുണ്ട്, താളമുണ്ട്, ഈണമുണ്ട്. എല്ലാറ്റിനും പിന്നിൽ ഒരു പകയുണ്ട്, പോരാട്ടമുണ്ട്, മത്സരമുണ്ട്. ഒരുമയുടെ പെരുമയുടെ സഹനത്തിന്റെ സമർപ്പണത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളും. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ നീണ്ട കാത്തിരിപ്പും തയ്യാറെടുപ്പും ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയായിരുന്നു. കണ്ണു ചിമ്മാണ്ട് ചങ്കുപിടച്ച് ഞരമ്പിലെ തീയും പിടിച്ച് ഓരോ വള്ളംകളിക്കാരനും കാത്തിരിക്കുന്നത് ഈ നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രം. Because something special is coming today. Somebody will miss. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാലാമത്തെ ട്രാക്കിൽ ചുവന്ന കുപ്പായക്കാരായ നടുഭാഗം, ഒന്നാമത്തെ ട്രാക്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മേൽപ്പാടൻ, രണ്ടാമത്തെ ട്രാക്കിൽ വീയപുരം, മൂന്നാമത്തെ ട്രാക്കിൽ പ്രിയപ്പെട്ടവരെ അരോമ. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇതാ ചുവപ്പൻ പടയാളികൾ, ചെമ്പടയാളികൾ. നാലാമത്തെ ട്രാക്കിൽ നടുഭാഗം ഇപ്പോൾ കുതിച്ചു കയറുന്ന കാഴ്ച. രണ്ടാമത്തെ ട്രാക്കിലൂടെ വീയപുരമുണ്ട്, ഒന്നാമത്തെ ട്രാക്കിലുള്ള മേൽപ്പാടനുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. തുഴപ്പാടകളെ പോലും ആറ് മുന്നിൽ മൂന്നാം ട്രാക്കിൽ ഇപ്പോൾ മുന്നിൽ കുതിക്കുന്നത്. ഇനി 2 മിനിറ്റിനുള്ളിൽ 72ാമത് നെഹ്റു ട്രോഫി ആരുടെ കയ്യിലെത്തിക്കുമെന്ന് ചെമ്പടയെ പ്രേക്ഷകർ കണ്ടോ? 2 വനിതാ ക്യാപ്റ്റന്മാരുള്ള ചെമ്പട. ആ ചെമ്പടയുടെ പേര് നടുഭാഗം. തുഴയുന്നത് പുന്നമടയുടെ ആവേശത്തിന് ആരാണ് മുന്നിലെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധ്യമാണ്. ഒരു 100 പിടിച്ചാൽ പോലും നടുഭാഗവും അരോമയുമാണ്. നടുഭാഗവും അരോമയുമാണ്. പക്ഷെ വിട്ടുകൊടുക്കുന്നില്ല മേൽപ്പാടം. പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടം ഗീർ മാറ്റുന്നു. UBC കൈനഗരി ഗീർ മാറ്റുന്നു. അരോമ ബോട്ട് ക്ലബ്ബ് ഗീർ മാറ്റുന്നു. നാലാം ട്രാക്കിലെ പുന്നമടയും ഗീർ മാറ്റുന്നു. തീപ്പൊരി ചിതറുന്നു പുന്നമട കായലിൽ. ഇത്തവണ അത് നടുഭാഗം തന്നെയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാലാം ട്രാക്കിലോടുന്ന നടുഭാഗമാണ് കഴിഞ്ഞ സെഗ്മെന്റ് ആദ്യം. ഇവിടെ ഈ ആംഗിളിൽ വീയപുരവും മുന്നിലാണ്, നടുഭാഗവും മുന്നിലാണ്. ഇവിടെ നോക്കാം, ആ ട്രാക്കിലേക്ക് നോക്കൂ.
ട്രോഫിയുടെ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം മറ്റാരെങ്കിലും ഇതാ ആവേശകരമായ 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ കലാശയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഇതാ പുന്നമടയിലൂടെ പാഞ്ഞെടുക്കുന്ന 4 പടക്കപ്പലുകൾ, 4 യുദ്ധവീരന്മാർ. ഇതാ 1-ൽ മേൽപ്പാടം വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, 2-ൽ വീയപുരം UBC കൈനഗരി, 3-ൽ അരോമ ബോട്ട് ക്ലബ്ബ്, 4-ൽ നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബ്. ഒരുപോലെ ഇതാ മേൽപ്പാടം ഇല്ല, വീയപുരം ഇല്ല, അരോമ നടുഭാഗം, മേൽപ്പാടം വീയപുരം നടുഭാഗം, അരോമ വള്ളാത്തുരുത്തി UBC, അരോമ BBC. ഇതാ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം മാറുന്നു. ഇനിയാണ് മത്സരം, ഇനിയാണ് തുഴ, ഇനിയാണ് മിന്നൽ പിണറായി മാറുന്നത്. വീരവും പുറത്തെടുത്തുകൊണ്ട് ഫൈനൽ പോയിന്റിലേക്ക് കുതിക്കുന്നു. ഇതല്ലെങ്കിൽ മരണമെന്ന മട്ടിൽ ജോഷി കാവാലം നയിക്കുന്ന BBC പുന്നമടയുടെ നടുഭാഗത്തിന്റെ ആലപ്പുഴയുടെ ജലരാജാവാണ് നെഹ്റു ട്രോഫി നേടുന്ന ജലരാജാവാണ്. പറയാൻ കഴിയുന്നില്ല. 4 ചലച്ചിത്രവർത്തിമാരിൽ ആരാണ് കിരീടത്തിൽ തൊട്ടത് ഒന്നും പറയാൻ കഴിയുന്നില്ല. ഫോട്ടോ ഫിനിഷാണ്. ആരാണ് ജലരാജാവ്? ഒന്നാമത് എത്തിയതായി കാണാം ഈ ആംഗിൾ. പക്ഷേ ഫോട്ടോ ഫിനിഷാണ്. നോക്കൂ, ആരാണ് മുന്നിൽ? ആരോമ മുന്നിൽ, നടുഭാഗം മുന്നിൽ. നടുഭാഗമല്ല എന്ന് തോന്നുന്നു. അതോ ചാമ്പ്യന്മാർ. ഓ, ഫോട്ടോ ഫിനിഷ്. അരോമ ഒരുപോലെയാണ്, 4 പേരും ഒരുപോലെ. മൈക്രോ സെക്കൻഡുകൾ. അതെന്തൊരു വിധിയെടുത്തായിരിക്കും. ആരാണ് മുന്നിൽ? ഫോട്ടോ ഫിനിഷ്. സാങ്കേതികമായ മറുപടിയിലൂടെ മാത്രം അറിയാൻ കഴിയുന്ന ഒന്ന്. ആലപ്പുഴ കാത്തിരിക്കുകയാണ്, കായൽ കാത്തിരിക്കുകയാണ്. നേത്രങ്ങൾ കൊണ്ട് പറയാനാവില്ല ആരാണ് ഒന്നാം സ്ഥാനത്തേക്കെന്ന്. 100 കണക്കിന് തുഴകൾ ഒരുമിച്ചെഴുതിയ വിധി. അതിൽ ആരുടെ വിജയം? അരോമ ബോട്ട് ക്ലബ്ബും BBC പുന്നമടയും തമ്മിൽ പോരാടി ഔദ്യോഗികമായി വിധി കൽപ്പിക്കും. അതുപോലെ അത്ര സുന്ദരമായ പുന്നമട കായലിനെ കോരിത്തരിപ്പിച്ച ഒരു ഫൈനലായിരുന്നു 2026 ടാറ്റ മോട്ടോഴ്സ് നെഹ്റു ട്രോഫി ബോട്ട് റൈസ് ഇവിടെ അരങ്ങേറിയത്. ഇനിയും പ്രധാന പവലിയിലേക്ക് മൈക്ക് ഞങ്ങൾ കൈമാറുന്നതിന് തൊട്ടു മുൻപ് ഈ പ്രധാന സജീവിന്റെ അരോമ, രഞ്ജിത്ത് സജീവിന്റെ അരോമ, കൊച്ചുമ്മന്റെ അരോമ. ഒരൊറ്റ വർഷം കൊണ്ടുണ്ടായ അത്ഭുതം.